എന്റെ പൊന്നുമാണോ ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ഒന്നും കിട്ടത്തില്ലെന്ന്. ഞാൻ ചെയ്ത ലൈവ് ഇത് പുതിയ ട്രെൻഡിങ് സോങ് ആണോ? വേറെ പാട്ടിട്ട് ചെയ്യാൻ നോക്ക്, നല്ലതായിട്ട് ചെയ്യാൻ നോക്കുന്നത്. ഇതിനെ പറ്റി ഒന്നും മിണ്ടാതെ കിടന്നാ മതി. എനിക്ക് അറിയത്തില്ലെന്നോ. ജോണി വാക്കർ സന്തോഷം ഒന്നും അടിച്ചു നോക്കിക്കതിനകത്തോട്ട്. ജോണി വാക്കർ സന്തോഷോ? അടിച്ചു നോക്കാം അങ്ങോട്ട്. ഇൻസ്റ്റയിൽ പേജ് ഒക്കെ ഉണ്ടോ? ലൈക്ക് 2.5 ലക്ഷം വ്യൂവേഴ്സ് ഉണ്ട് എനിക്ക്. പിന്നെ അപ്പൊ തന്റെ കൂടെ ഞാൻ റീൽസ് ചെയ്താൽ ഞാൻ വൈറലാകും. അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ വൈറലാകും. ഞാൻ ഇതിനകത്ത് കിടക്കല്ലേ, മാണം പുറത്ത് നിൽക്കുമല്ലേ. അത് ശരിയല്ലേ? ഇപ്പൊ നിന്നെ പെട്ടെന്ന് ഇറങ്ങ് മാഡം. അതൊക്കെ ചെയ്യുന്നതിന് ഒരു രീതി ഉണ്ട് മാഡം, മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് പുതിയ പാട്ടുണ്ട്, വിജയുടെ പാട്ടുണ്ടല്ലോ. പുതിയ റീൽസ് അതെ ഞാൻ കാണിച്ചുതരാം. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു സംഭവം ചെയ്യാം. അതായത് കള്ളന് പോലീസും ആണല്ലോ, ആൾക്കാർ കാണുമ്പോ ഒരു ഇത് കിട്ടണം. അപ്പം എപ്പോഴും കള്ളനാണല്ലോ അകത്ത് കിടക്കുന്നത്. മാടം അകത്ത് ഇരിക്കുന്നു, പുറത്ത് നിന്ന് കള്ളൻ എടുക്കുന്നു. എങ്ങനെയുണ്ട് അത്? എനിക്ക് തൊപ്പി കിട്ടിയാൽ കൊള്ളാം. നമുക്കൊരു ലൈവ് പോയിട്ട് ബാക്കി ചെയ്യാം കേട്ടോ. നമസ്കാരം, ഞാൻ കള്ളൻ സന്തോഷാണ്. അപ്പൊ കേരള പോലീസിലെ ഒരു മണ്ടിയെ ഞാൻ കാണിച്ചു തരാം. യൂണിഫോം ഇട്ടുണ്ട്, സെല്ലിനകത്ത് കയറി കിടക്കുന്നു. അപ്പൊ ഓക്കെ ബൈ, കാണാം, അടുത്ത മോഷണത്തിൽ കാണാം. ഓക്കെ മാഡം. ചോറിനാൻ പോകുന്നു. ഇവിടെ നാളെ കോടതി ഹാജരാക്കേണ്ട പ്രതിയാ. അല്ല സാർ, ഞാൻ റീൽ ചെയ്യുമായിരുന്നു മാഡമായിട്ട്. മാഡം മൊബൈലിൽ എന്തോന്നാ ഫീസ് ചെയ്ത്? എന്തോന്ന് പരിപാടി ഇത്? സാറേ, പുതിയ റീൽസ് ചെയ്യാൻ വേണ്ടി ഞാൻ അവനെ ഇറക്കിയതാ സാറേ. അവന്റെ ഭാഗത്ത് കേട്ടിട്ട് അവൻ ലൈവ് പോയി സാറേ. റീൽസ് ഇൻസ്റ്റാഗ്രാം റീൽസ് സാർ കണ്ടിട്ടില്ലേ? ഒന്നും ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല സാറേ. ഞാൻ ഫോണിലുണ്ട് സാറേ. മാഡത്തിന്റെ ക്ലിപ്പ്. അയ്യോ അതല്ല, മാഡത്തിന്റെ ഒരു ക്ലിപ്പിനകത്ത് കിടക്കുന്നത്. ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ? അടിപൊളി. ഇതാണ് സംഭവം. ഡാൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് ചെയ്യാം. നമുക്ക് വൈറലാവും സാറേ. 2 പോലീസ് ഓഫീസർ റീൽസ് നമുക്ക് വൈറലാവും. എന്താ പിന്നെ ചെയ്താലോ? ഇവിടെ ഇല്ലാത്ത സമയം നോക്കി രണ്ടുപേരും കൂടെ ചന്തിക്ക് കുഴമ്പ് തേച്ച് കളിക്കണല്ലേ? ഇത് റീൽസ് അല്ലടാ, ഇത് പൈൽസാ നിനക്ക്. അതല്ല സാറേ, ഒരു നേരം പോക്കിന് വേണ്ടിട്ടേ. നേരം പോക്ക്? തനിക്ക് നേരം പോക്കിന് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിക്കണമെങ്കിൽ കോവളത്ത് ബീച്ച് ഉണ്ട്, അവിടെ പോയി കാണിച്ചാൽ മതി. ഇവിടെ കാണിക്കണ്ട കേട്ടോ. ഈ സമയത്ത് ബസ് കാണൂല സാറേ. അയ്യോ, നിനക്ക് കാർ വിളിച്ചു ചേട്ടാ, നിനക്ക് പോകാൻ പറ്റുമോ? ഡ്യൂട്ടി സമയത്ത് എടാ, ഉത്തരവാദിത്തപ്പെട്ട ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് നിന്നെയൊക്കെ, മനസ്സിലായോ? ഒരു വാഹന മോഷ്ടാവിനെ പിടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിട്ടിട്ട് എന്തായി? സാറേ, ഞാൻ അവനെ പിടിച്ച അവൻ നമ്മളെ ജീപ്പ് കൊണ്ടങ്ങ് പോയി. അവർ നമ്മുടെ ജീപ്പ് കൊണ്ടുപോയല്ലേ? കൊള്ളാം. ഇന്ന് നാളെ കോടതി 10 ഇടിയാൻ വെച്ചതാണ്. അറിയാലോ. ഇവിടെ ഒരു മണ്ടൻ ഉണ്ടായിരുന്നല്ലോ, ASI. ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോയി. അല്ല, പ്രതിയെ പിടിക്കാൻ ഞാനാണല്ലോ വിട്ടത്. അവൻ എവിടെയെന്നാ ചോദിച്ചത്? വേലടാ, കുറച്ച് വലിച്ചു കേട്ടടാ നീ കേട്ടോ. എന്താ ആ പിടികിട്ടാപ്പള്ളി സുകുമാരൻ കറുപ്പലവൻ വെളുപ്പ എനിക്കറിയാം. അവനെ പിടിക്കാൻ പറ്റെന്തായി? സാറേ, ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോ ഓടിക്കളഞ്ഞു. ഓടി ഒരു മാർക്കറ്റിൽ കയറി അവൻ. നീ മേടിക്കാനാ? അതല്ല, രക്ഷപ്പെടാൻ വേണ്ടി മാർക്കറ്റിൽ കയറി. ഞാൻ അവനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വളഞ്ഞു. വളയാൻ അവൻ എന്നാ വല്ല കോളേജിൽ പഠിക്കുന്ന പെമ്പിള്ളേരാണോ വളയ്ക്കാനായിട്ട്? വളച്ചതല്ല, അവനെ പിടിക്കാൻ വേണ്ടി അങ്ങനെ വളഞ്ഞു. എന്നിട്ട് പറ. പക്ഷെ അവൻ ജാക്കറ്റ് ഊരി രക്ഷപ്പെട്ടു. അല്ല, റോക്കറ്റല്ല, അവന്റെ ജാക്കറ്റ് ഉടുപ്പൂരി രക്ഷപ്പെട്ടു. ഞാൻ പറയാ ഓടി. സാർ, അവന്റെ ഓട്ടം കാണണം. ഉസൈൻ ബോൾട്ട് തോറ്റു. ഈ നമ്മുടെ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഒരു ഇരുമ്പാട് നടത്തുന്ന ഹുസൈൻ ഇല്ലേ?
എന്റെ ഫ്രണ്ടില്. ആ അവന്റെ കടയിൽ കിട്ടുന്ന ഒരു ബോട്ടായി ഉസൈൻ ബോൾട്ട്. ഓ ആണോ? എങ്ങനെയായിരുന്നു പോലീസിൽ കയറിയത്? സ്പോർട്സ് കോട്ടയിലായിരുന്നു സാർ. എന്തായിരുന്നു ഐറ്റം? ഓട്ടോ ആയിരുന്നു. ഉസൈൻ ബോൾട്ടിനെ ചോദിക്കുന്നു. സാറേ അവൻ ഓടി, ഞാൻ പറയാ ഓടി. അവൻ ഓടി ഒരു പുഴയുടെ മുമ്പിൽ ചെന്ന് നിന്ന്. സാറേ പുഴയുടെ കുറുകെ കൂടെ അവൻ വലിയ നീളത്തിലുള്ള കയറ് കെട്ടിയിരിക്കുക. ആയിക്കോട്ടെ. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഈ കയറി കൂടി ഇങ്ങനെ പിടിച്ച് അക്കരെ കര ചെന്ന് ഞാനും പുറകെ കൂടെ ഇങ്ങനെ പിടിച്ച് പകുതി എത്തിയപ്പോ ആ സൈഡിൽ അവൻ കയറങ്ങ് അയച്ചു വിട്ട് ഞാൻ വെള്ളത്തിൽ വീണ് കുറെ വെള്ളം കുടിച്ച് അവിടെ കുളിച്ചോണ്ടിരുന്ന പെണ്ണുങ്ങൾ എന്നെ കരക്കെടുത്തിട്ട് അവളെ എടുത്തിട്ട് ഒരു ഉൾപ്പുളകത്തില് ഞാൻ ഒരു കോരത്തിരിച്ചിരുന്നു പോയി. എന്നിട്ട് പ്രതി ഓടിപ്പോയി സാർ. പ്രതി ഓടിപ്പോട്ടാ. അത് കുളിക്കാൻ പോയി പെണ്ണുങ്ങൾ നിന്നെ രക്ഷപ്പെടുത്തിയിട്ട് അത് പറ ബാക്കി. കുളിച്ചിട്ട് അവര് വീട്ടിൽ പോയി. സാറേ നമുക്ക് ഈ പ്രതിനെ നാളെ കോടതിയിൽ ഹാജരാക്കണം സാറേ. നാളെ അവനെ ഹാജരാക്കണം സാർ. ഈ പ്രതി ഞാൻ കോടതി ഹാജരാക്കാം. KSRTC കയറ്റി വിട്ടാലും നിന്റെ കൂടെ ഞാൻ തന്നു വിടില്ല. അവനെ ഞാൻ ഹാജരായിക്കോളാം. അവനെ തുറന്നു വിട്ടെ. ഇറങ്ങി വാടാ സന്തോഷേ. സന്തോഷിന് കാര്യങ്ങളൊക്കെ അറിയാലോ. നാളെ നിന്നെ കോടതി ഹാജരാക്കിയാണ്. നീ സിനിമാ പ്രേമിയാണെന്നറിയാം. സിനിമാ തിയേറ്ററിൽ കയറി 50,000 രൂപ മോഷ്ടിച്ചു. അതാണ് നിന്റെ കേസ്. നാളെ 50,000 നീ എടുത്തെന്ന് കോടതിയിൽ മണി പോലെ പറയണം. നീ പറയണം. അല്ല മണിയുടെ ഉള്ള കാര്യം മണിയോട് ചെന്ന് പറയണം. ഞാനല്ലേ സന്തോഷല്ലേ. അപ്പൊ ഞാൻ സന്തോഷമായിട്ട് എന്ത് പറഞ്ഞാൽ പറയും സാറത്? അതല്ലടാ. എടാ നിന്നെ നാളെ കോടതി ഹാജരാക്കുമല്ലോ. എന്റെ പണി പോകും. നാളെ കോടതി ഹാജരാക്കുമ്പോ നീ 50,000 രൂപ മോഷ്ടിച്ച് നീ മണി പോലെ പറയണം. അത് മണിയോട് എന്ന് പറയാം. ഞാൻ സന്തോഷല്ലേ. സന്തോഷമായിട്ടല്ലേ കോടതി ചെന്ന് കള്ളം പറയാൻ പറ്റുമത്? എടാ നീ 50,000 രൂപ മോഷ്ടിച്ചെന്ന് നാളെ കോടതിയിൽ പറയുമോ? പറയും. അത് മണിമണിയായിട്ട് ഞാൻ പറഞ്ഞോളാം. മണി പോലെ നീ എങ്ങനെ പറയും? നീ സന്തോഷല്ലേ? അതാണല്ലോ ഇപ്പൊ കുഴപ്പം. കൺഫ്യൂഷൻ ആയി പറഞ്ഞോളാം. ഞാൻ എന്തായാലും പറഞ്ഞോളാം. പറയൂലോ. അത് മതി. പോയാത്തടാ. ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ആരും ഒന്നും ചെയ്യണ്ട. താൻ എല്ലാം മണ്ടത്തരേ കാണിക്കുള്ളൂ. മനസ്സിലായല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഒരു കോട്ട അടിച്ചിട്ട് വരാം. അല്ല കോട്ടേഴ്സിൽ പോയിട്ട് വരാം. സാർ ഈ വള്ളം പോലെ മീശ വെച്ചോട് നല്ലൊരു വല്ല കാര്യമുണ്ടോ? എപ്പോ വന്നാലും SI സാർ എന്ന് സാറേ സാറിനെ കളിയാക്കുന്നത്? അത് അച്ഛൻ മരിച്ച കോട്ട കയറിയുണ്ടാ. അല്ല ഞാനേ അവനൊരു പുച്ച എന്റെ അടുത്തുണ്ട്. എന്റെ കഴിവ് ഞാൻ കാണിച്ചു തരാം. അവനെ ചോട്ട് വെളിയോട്ടിറക്ക്. പൊന്നു സാറേ നാളെ ഹാജരാക്കാനുള്ള പ്രതിയാണ്. SI സാർ ഒരു വിധത്തിലാണ് പറഞ്ഞ് സംഭവിപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്നത്. SI മാത്രം ഉണ്ടാക്കിയാ പോലെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. സാറേ അത് വേണം. SI സാർ പറഞ്ഞതാണ് വേണ്ട. എന്റെ കഴിവ് ഞാൻ കാണിച്ചു തരാം. ആരല്ലാകത്തുനിന്ന് കണ്ടോണ്ടിരിക്കാതെ എന്താ സാറേ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് പറയണം കേട്ടാ. നീ സംഭവം നടന്നല്ലോ മോഷണം. അത് എവിടെ എങ്ങനെ എപ്പോ എവിടെ വെച്ച് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറ. അല്ല അത് SI സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. SI സാറിന്റെ അടുത്തല്ല ഈ ASI പറയണം. അല്ല SI ആണ് മൂത്ത ആള്. അതിന്റെ ഇളയ ആളല്ലേ ASI എന്ന് പറയുന്ന ആള്. പറയത്തില്ല. ഇങ്ങോട്ട് വാടാ റാസ്കലേ. നീ പറയത്തില്ലേ? എന്റെ സാറേ സാർ എന്ത് പരിപാടി കളിച്ചത്? സന്തോഷേ സാറേ അവന്റെ ബോധം പോയി. നാളെ ആരെ കൊണ്ട് കോടതി പോകും സാറേ? എങ്ങാനും വന്നോ? ഒന്ന് എണീക്കടാ. എടാ നാളെ കോടതി പോകണല്ലോ. സന്തോഷേ വന്നു കഴിഞ്ഞാൽ ബോധം വന്നു. നീ ചെയ്തത് തെറ്റ്. പെണ്ണുങ്ങളെ ദേഹത്ത് കയറി പിടിക്കുന്നവന്റെ കൈയല്ല മുറിക്കേണ്ടത്. അവന്റെ ചന്തി നുള്ളിപ്പറിക്കണം. ആ എള്ളെടുക്കുക, ആ പൂവെടുക്കുക, മരിച്ച ആത്മാവിനെ ശാന്തി കിട്ടാൻ വേണ്ടി ആ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുക. സന്തോഷേ ദാസ നിനക്കും ഉണ്ടല്ലോ ജന്മം തന്ന ഒരാള്. അമ്മ ആ അമ്മയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നോവൂല്ലേ? എനിക്ക് നോവും. 28 വർഷം നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്ന്. എന്റെ കൂടെ വരത്തില്ലേ? സന്തോഷേ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരിലും ഉണ്ടോ ഗോപു? എന്ത് ചെയ്യാനാ? കോടതി കൊണ്ടുപോകുള്ളതാ. SI സാർ സാർ എന്തോ സമാധാനം പറയാൻ പോകുന്നേ? ഒരു മാർഗം പറ. എന്റെ പണി പോകും. സന്തോഷേ എന്റെ ഫോൺ ഇവിടെ. സന്തോഷേ യാതൊരു പ്രശ്നമില്ലാതെ പോയി കുട്ടിയാ. തിരിച്ചു മേലെ ഇവിടെ വരെ എന്ന് പറയണം. ഈ ബാധ ഒന്ന് ഒഴിപ്പിച്ചു തരണം. ഒരു കാര്യം ചെയ്യ്, എന്റെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്ക് സൈക്കാട്രിസ്റ്റാ. ഞാൻ ഡോക്ടറായിട്ട് വിളിച്ചോക്കട്ടെ. പെട്ടെന്ന് വിളി. ഹലോ എടാ നിന്റെ കെയർ ഓഫ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഇല്ലേ? ഒന്ന് പുള്ളിക്കാരെ ഫോർട്ട് സ്റ്റേഷനിലേക്ക് ഒന്ന് വിടും, അത്യാവശ്യമാ. ശരി. എന്താ ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻ? കൃഷിക്കാരി നോക്കാൻ നിർത്തിയാൽ മതി. അതിന് തന്റെ ഭാവി വെച്ചിട്ടില്ല. ഓർമ്മ മൊത്തം പോയി. സാറേ നമ്മളെ എല്ലാരെയും തൊപ്പി തെറിക്കാന്നാ തോന്നണത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതിപ്പോ എന്തോ ചെയ്യും? ഡോക്ടർ പറഞ്ഞു
സൈക്കാട്രിസ്റ്റ് പറയൂ, ഇവിടെ ആരുടെ താളമാണ് തെറ്റിയത്? ഇവിടെ സിംഗറി മേളം നടക്കുന്നില്ല വേടാ. എന്റെ കയ്യബദ്ധം കൊണ്ട് ഒരു പ്രതി നാളെ കോടതി ഹാജരാക്കേണ്ടത് ഓർമ്മ പോയി. എത്രയും പെട്ടെന്ന് അവന്റെ ഓർമ്മ തിരിച്ചെടുത്ത് തരണം, അല്ലെങ്കിൽ എസ് ഐ വന്ന കുഴപ്പമാവും. ആണല്ലേ, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇയാളെ ഹിപ്നോട്ടിസം ചെയ്യാം. അയ്യോ, നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യരുത്, എന്റെ പണി പോവും. അയ്യോ, നോട്ടീസ് അല്ല, ഹിപ്നോട്ടിസം. ഇയാളുടെ ഉപബോധ മനസ്സിന് ഞാൻ ചൂഴ്ന്നെടുക്കാൻ പോവാ. ഉമ്മുകളൊക്കെ വെച്ചേക്കണേ. നിങ്ങൾ ഉറങ്ങുകയാണ്, നിങ്ങൾ ഉറങ്ങുകയാണ്, നിങ്ങൾ ഉറങ്ങുകയാണ്. ഉറങ്ങി ഉറങ്ങി. നിങ്ങളുടെ പേരെന്താണ്? സന്തോഷ്. മുഴുവൻ പേരും പറയൂ. സന്തോഷ് രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്രൻ അച്ഛൻ. അപ്പോ പ്രസാദ്? അമ്മ 2 കെട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവിടെ തെറ്റി. 8ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ റബ്ബർ വെട്ടാൻ പോയി. നിങ്ങൾക്കിപ്പോൾ 22 വയസ്സ്. അവിടെയും തെറ്റി. മുതുക്ക് മുറ്റടിച്ച് 40 നിൽക്കുക. നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല, താല്പര്യമുണ്ടോ? ഇല്ല, ഉമ്മ. എടാ പന്നപ്പാട്ടി, ഇതെന്നെ കൊണ്ട് പറ്റൂല. അയ്യോ, കൈ വിടരുത്. എന്നെ കൊണ്ട് പറ്റൂല. കൈ വിടരുത്, please. ഡോക്ടർ, please. ഓർമ്മ തിരിച്ചു കിട്ടണം, പ്ലീസ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇനി ഒരു അറ്റ കൈ ഉണ്ട്. ഒരു വെട്ടോത്തി ചെയ്യണം. വെട്ടോത്തിയാ? ആ. അതെന്തിന്? വെട്ടോത്തി എടുത്ത് ഇവന്റെ കഴുത്തിന് വെട്ടി നമുക്ക് ചാക്കിലാക്കാം. കഴുത്ത് വെട്ടാനാ? സാറേ, നമുക്ക് ഇവന്റെ കൈയും വെട്ടാം. കൈയും വെട്ടോ? കാല് വെട്ടാം. എല്ലാം കൂടെ വെട്ടാം. സാറേ, എല്ലാം കൂടെ വെട്ടാം. ഇത് മുഴുത്ത കേസായത്. അയ്യോ, ഞങ്ങൾ ഇപ്പൊ എവിടെ പോന്നു? ഞാൻ ഇന്ന് രാവിലെയും കൂടി പറഞ്ഞതല്ലേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നെന്ന്. ഞങ്ങൾ ഇപ്പൊ പോകണ്ട. എന്താ പോയാല്? പോകണ്ട. വിടമാട്ടെ, എന്നെ അങ്ങ് വിടമാട്ടെ. വിടത്തില്ല. ഇന്നേക്ക് ദുർഗാഷ്ടമി. അതുകൊണ്ട് ഉന്നെ കൊന്ന് ഓരത്തത്തെ കുടിച്ച് ഊങ്ങാറ് വരുന്ന പാടുവേ. ഔലേട്ടാ, ഔലേട്ടാ, എനിക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നുമില്ല. ഔലേട്ടാ, നിനക്കൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. റോസ്, ജാക്ക്, നമുക്ക് ഈ കപ്പലിന്റെ ഏറ്റവും മുകളിൽ ചെന്ന് ആ മൂലയ്ക്ക് നിൽക്കാം. ഓടി വരൂ. ഇവിടുന്ന് ഒറ്റത്തുപ്പിന് ആ പോലീസുകാരൻ മുഖത്ത് ചെല്ലണം. ജാക്ക്. സാറേ, എന്തോന്ന് സാറേ? എടോ, മൊയ്ത്ത വട്ട അവനോട് പിടിച്ചെടുത്തിട്ട് ഭ്രാന്തിയെ പിടിച്ച് സ്റ്റേഷനിൽ വിട്. ഇങ്ങോട്ട് വേണം. വാങ്ങി വിട്, വാങ്ങി വിട്. എസ് ഐ വന്നാ എന്റെ ഓടി ഓട്ടം. ഞാൻ 10 മണിക്ക് എത്തുമല്ലോ. കോടതിയിൽ അവനെ ഹാജരാക്കും. അവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെന്താ? ഇല്ല 10 മണിക്ക് തന്നെ കോടതി ഹാജരാക്കും. ഒരിക്കലും ഞാൻ സാറിന്റെ വില കളയില്ല. ഓക്കെ. എന്താ താമസിച്ചേ? എന്താ താമസിച്ചേ? സാർ, ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധമല്ലേ പറ്റുള്ളൂ എനിക്ക്. ഞാനൊന്ന് ക്യാമറ ആവാൻ വേണ്ടി അകത്തിരുന്ന് പ്രതിയെ വിളിച്ച് വെളിയിറക്കിയിട്ട് ഒരു അടി അടിച്ചു കൊടുത്തു. പക്ഷെ അവന്റെ ഓർമ്മയെല്ലാം പോയി സാർ. ഓർമ്മ പോയി. എന്റെ പൊന്നെ, നാളെ 10 മണിക്ക് കോടതി ഹാജരാക്കണാണ്. ഇപ്പൊ അലിയാ, നീ ഇന്നലെ കല്യാണത്തിന് വരാഞ്ഞേ? അളിയനാ? ഒരു ദാനമൊക്കെ എടുത്ത് അടിക്കരുതായിരുന്നു. ഞാനാ? അളിയനാ? എടാ സന്തോഷേ, ഞാൻ എസ് ഐ. മനസ്സിലായി? ഇവന്റെ എന്ത് പറഞ്ഞ ഓർമ്മ പോയി സാർ. നാളെ 10 മണിക്ക് ഞാൻ കോടതി ഹാജരാക്കും. അറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീ 50,000 രൂപ മോഷിച്ചെന്നുള്ള കാര്യം നീ സത്യസന്ധമായിട്ട് പറയൂലോ. അത് പറഞ്ഞാൽ മതി. പക്ഷെ 2,500 ആ സാറിന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. പിന്നെ 1 ലക്ഷം രൂപയുടെ ചെക്ക് വീട്ടിലുണ്ട്. അത് കഴിഞ്ഞ് സിനിമ കാണാൻ പോയി. അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീം പാർലറിൽ പോയി. ഭാര്യയും മക്കളും ഞാൻ സാറിന്റെ വീട്ടിൽ കൊണ്ടാക്കാം. എനിക്ക് അബദ്ധം പറ്റിയത്. നിന്നെ നാളെ ഞാൻ കോടതി ഹാജരാക്കും. ഇല്ലെങ്കിൽ എന്റെ ജോലി പോകും. നീ 50,000 രൂപ സിനിമാ തിയേറ്ററിൽ നിന്ന് മോഷിച്ചിട്ടുണ്ട് എന്ന് നീ കുറ്റസമ്മതം നടത്തും. അത് പറയാം. ഗവർണർ എന്ന് വിളിച്ചു പറഞ്ഞു. ഹലോ, ഗവർണർ ഓഫീസാണോ? സാർ, അതൊന്നും അവന് ഓർമ്മയില്ല സാർ. ഹലോ ഗവർണർ. അവനെ എവിടെയെങ്കിലും പിടിച്ചിരുത്താം. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇവന്റെ ഓർമ്മ പോയി. ഇത് തിരിച്ചു കിട്ടൂല്ലെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ എന്തായാലും എനിക്ക് പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യാം. ഏതായാലും ഇവന്റെ ഓർമ്മ പോയതല്ലേ, ഇന്ന് വന്നേ. താൻ ഇവന്റെ വീട്ടിൽ ചെന്ന് ഇവന്റെ ഭാര്യയുടെ സ്വർണവും ഇവന്റെ വീടിന്റെ പ്രമാണവും ഒക്കെ മേടിച്ചിട്ട് വാ. നമുക്ക് ഏതെങ്കിലും ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് ഇവൻ കൊടുക്കാനുള്ള 5 ലക്ഷം രൂപ ഉണ്ടല്ലോ, അത് ആ സിനിമാ തിയേറ്ററുകാർക്ക് കൊടുത്ത് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാം. 5 ലക്ഷം രൂപയല്ല, വെറും 50,000 രൂപയല്ലേ? അത് ഞാൻ കോടതി ചെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞോളാം. അപ്പൊ നിനക്ക് അറിയാല്ലേ, 16 കൊല്ലം നീ അകത്ത് കിടക്കും.